ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒറിജിനൽ ചിക്കൻ ചുക്ക റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണിത്. അത്ര തന്നെ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ 1 കിലോഗ്രാം എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നു പോകാൻ വേണ്ടി എടുത്തു വച്ചിട്ടുണ്ട്. ഒരു 16 പീസാണ് ഇതിലുള്ളത്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളുത്തുള്ളി ഞാൻ ഈ സമയത്ത് ചേർത്തിട്ടില്ല. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് വേണ്ടത് തൈരാണ്. 4 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി മാരിനേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗമാണ്. അതിൻ്റെ നീര് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം. ഇനി കൈകൊണ്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ 4-5 മണിക്കൂർ വെച്ചാലും നല്ല ടേസ്റ്റാണ്. ഇനി തീരെ സമയം ഇല്ല എങ്കിൽ 1 മണിക്കൂറെങ്കിലും വെക്കുക. ഞാൻ ഇതിപ്പോൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഫ്രിഡ്ജിൽ 5 മണിക്കൂർ വെച്ചിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ചിക്കൻ നല്ലപോലെ സോഫ്റ്റ് ആകുകയും ചെയ്യും. ഇതിൻ്റെ അകമൊക്കെ നല്ലപോലെ ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് ജ്യൂസി ആയിട്ട് കിട്ടും. ഇനി നമുക്കിത് മൂടി വെക്കാം, ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവാള. 600 ഗ്രാം സവാള വളരെ നേരിയതായി അരിഞ്ഞ് ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 കുടം വെളുത്തുള്ളി, അതേപോലെ 3 വലിയ പച്ചമുളക്, പിന്നെ 3 വലിയ സൈസിലുള്ള തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കണം. ഇത് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തും നമുക്ക് ഉപയോഗിക്കാം, അല്ല എങ്കിൽ മിക്സിയിട്ട് നല്ലപോലെ പേസ്റ്റാക്കിയും ഉപയോഗിക്കാം. ഞാനിവിടെ പച്ചമുളകും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ പേസ്റ്റ് പോലെ ആവണമെന്നില്ല, ഇങ്ങനെ ചതച്ചെടുത്താലാണ് കുറച്ചും കൂടുതൽ ടേസ്റ്റ്. തക്കാളിയും അതേപോലെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ പേസ്റ്റാക്കി എടുത്തു. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ പേസ്റ്റാക്കിയിട്ട് എടുത്തത്. ഇനി പേസ്റ്റാക്കാൻ മടിയുള്ളവർ കട്ട് ചെയ്ത് പീസാക്കി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സവാള ഉണ്ടല്ലോ, ഇതെല്ലാം നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതിൽ 400 ഗ്രാം സവാള ഞാനിപ്പോൾ നല്ലപോലെ ഗോൾഡ് കളറായി ഫ്രൈ ആക്കി എടുക്കും. ബാക്കിയുള്ളത് നമുക്ക് കറി ഉണ്ടാക്കുന്ന സമയത്ത് വഴറ്റി ഉപയോഗിക്കാം. സവാള വഴറ്റുമ്പോൾ എപ്പോഴും മീഡിയം തീയിലാക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നുള്ള പേടി വേണ്ട. സവാള ഈയൊരു പരുവത്തിലായി കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈയൊരു സമയം ആവാൻ ടൈം എടുക്കും. പക്ഷേ ഫൈനൽ സ്റ്റേജിലേക്ക് എത്താനുണ്ടല്ലോ 1 സെക്കൻഡ് മതി. നമ്മൾ നോക്കിയിരിക്കുക തന്നെ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു പകുതിയിൽ അധികം ഫ്രൈ ആയി കഴിഞ്ഞാൽ തീ ചെറുതാക്കി ഫ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് നല്ലപോലെ ഡാർക്ക് ആവണ്ട, അതിന് മുമ്പ് തന്നെ ഓയിൽ നിന്നും വാങ്ങണം. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ എപ്പോഴും മീഡിയം തീയിൽ തന്നെ വെച്ച് കൊടുക്കണം. സവാള പെട്ടെന്ന് നന്നായിട്ട് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടി കട്ട് ചെയ്യുന്ന സമയത്ത് വളരെ തിന്നായിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇച്ചിരി കട്ടിക്ക് അരിഞ്ഞെടുത്താൽ എല്ലാ ഭാഗവും ഒരേപോലെ ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഇതാ രണ്ടാമത്തെ ബാച്ചും ഞാനിവിടെ ഗോൾഡ് കളറിലാക്കി എടുത്തു വച്ചിട്ടുണ്ട്. ഇതും നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ ഓയിലിൽ തന്നെ നമുക്ക് ഗരം മസാല ഒന്ന് വഴറ്റിയെടുക്കണം. 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ പെരുംജീരകം, 2-3 പീസ് പട്ട, 1 തക്കോലം, 1 ജാതിപത്രി, അതേപോലെ 5 ഗ്രാമ്പു, 4 ഏലക്ക, 1 ബേ ലീഫ്. ഇത്രയും ഇട്ട് ഇതെല്ലാം ചെറിയ തീയിൽ മൂപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതുണ്ടല്ലോ, അതും കൂടി ചേർത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി കരിഞ്ഞ് പോകാണ്ട് നല്ല പോലെ ലൈറ്റ് ഗോൾഡ് കളർ ആവുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. തീ കൂട്ടി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ നല്ല പോലെ ഈ വെളുത്തുള്ളിയെല്ലാം മൊരിഞ്ഞ് കിട്ടും. കളർ ചേഞ്ചായാൽ ഇതിൻ്റെ ടേസ്റ്റ് പാടെ മാറിപ്പോകും. ആ കാര്യം ശ്രദ്ധിക്കുക. പച്ച കളറെല്ലാം മാറി ലൈറ്റ് ഗോൾഡ് കളർ ആകുമ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള 200 ഗ്രാം സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഉണ്ടല്ലോ ഗോൾഡ് കളറാവാൻ നിൽക്കണ്ട. സവാള നല്ല പോലെ ഒന്ന്
സോഫ്റ്റായി കിട്ടിയാൽ മതി. ഒന്ന് തിളങ്ങുന്ന ഒരു പരുവം വരും. ആ പരുവം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതാ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി കട്ട് ചെയ്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ കട്ട് ചെയ്ത് ചേർക്കാം. ഞാനിവിടെ പേസ്റ്റ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയുടെ പച്ചച്ചുവയെല്ലാം മാറി ഇതിൽ നിന്നും എണ്ണ തെളിഞ്ഞു വരുന്നൊരു പരുവം ഉണ്ടല്ലോ, ആ പരുവം വരെ വഴറ്റിയെടുക്കണം. മീഡിയം തീയിലാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. മീഡിയം തീ ആവുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനും അതേപോലെ പെട്ടെന്ന് വെള്ളമൊക്കെ വറ്റി പോകാണ്ടിരിക്കാനും നമുക്ക് സഹായിക്കും. ഇതാ കളറെല്ലാം ചേഞ്ചായി നല്ലപോലെ എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നൊരു പരുവം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ നന്നായിട്ട് ചെറുതാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, പിന്നെ വേണ്ടത് എരിവുള്ള മുളക് പൊടിയാണ്, അത് 1 ടീസ്പൂൺ. പിന്നെ മല്ലിപ്പൊടി ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഗരം മസാല. ഗരം മസാല 1 ടീസ്പൂണാണ് ആവശ്യമുള്ളത്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും സവാള മസാലയ്ക്കുണ്ടല്ലോ 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തു. 1/2 ടേബിൾ സ്പൂൺ നേരത്തെ ചിക്കനിലേക്കും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാം കൂടി ചെറിയ തീയിലിട്ട് കരിഞ്ഞു പോകാതെ രീതിയിൽ നല്ലപോലെ വഴറ്റിയെടുക്കണം. ദാ ഇവിടെ മുളകെല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. ഫ്രിഡ്ജിൽ നിന്നും ഞാൻ 1 മണിക്കൂർ മുമ്പേ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തണുപ്പെല്ലാം മാറണം, അതിനു വേണ്ടി പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തണുപ്പെല്ലാം നല്ല പോലെ മാറിയിട്ടുണ്ട്. ഇനി മസാലയിലേക്ക് ചിക്കൻ ഇട്ട് നല്ല പോലെ മിക്സാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഇട്ട പാത്രം ഉണ്ടല്ലോ, അല്പം വലുതായത് കൊണ്ട് അതിലേക്കാണ് മസാല ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് നേരെ മറിച്ചും ചെയ്യാം. ഇനി ഈ ചിക്കനും മസാലയും നല്ലപോലെ മിക്സാക്കി എടുക്കണം. ദാ ചിക്കനൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് തണുപ്പെല്ലാം മാറി വന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തു. ഇനി അടുപ്പിൽ വെച്ച് മൂടി 15 മിനിറ്റ് വേവിച്ചെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഞാനിവിടെ വേവിക്കാൻ വെക്കുന്നത്. വളരെ ചെറുതുമല്ല എന്നാൽ ഭയങ്കര തീയുമില്ല. ആ ഒരു പരുവത്തിൽ 15 മിനിറ്റ് വേവിച്ചെടുക്കണം. പിന്നെ ഈ സമയം കൊണ്ട് സവാള ഉണ്ടല്ലോ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. കൈ കൊണ്ട് പൊടിച്ചെടുത്താൽ മതി. ഈ ഒരു ചിക്കൻ സുക്ക പൊറോട്ടയുടെ കൂടെയും പത്തിയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റാണ്. ദാ ഇവിടെ ചിക്കനെല്ലാം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ധാരാളം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. തൈര് ചേർത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ചിക്കനിൽ നിന്നും ധാരാളം വെള്ളം ഇറങ്ങി വരും. ഈ വെള്ളത്തിലാണ് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുന്നത്. അപ്പോൾ 15 മിനിറ്റ് വേവിച്ചാൽ മതി, കൂടുതൽ വേവണ്ട. ഇനിയും കുറച്ച് സമയം കൂടി വേവാനുണ്ട്. ഇനിയുണ്ടല്ലോ ഈ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന സവാളയും ചേർത്തിട്ട് ഓപ്പൺ ചെയ്ത് തന്നെ ഫുൾ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം നല്ലപോലെ കുറുകി കിട്ടും. വെള്ളം വറ്റിയില്ല എങ്കിൽ നമുക്ക് ഈ ചുക്കാൻ്റെ ടൈപ്പ് കിട്ടില്ല. ഇങ്ങനെ ഗ്രേവി പോലെയല്ല നമുക്ക് വേണ്ടത്, നന്നായിട്ട് വറ്റി വരണം. ദാ 2 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല പോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മല്ലിയിലയും കൂടി ചേർത്ത് വീണ്ടും 1 മിനിറ്റും കൂടി ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഈ 3 മിനിറ്റും ഫുൾ ഫ്ലെയിമിലാണുള്ളത്. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ചിക്കൻ ചുക്കയുടെ ഒറിജിനൽ റെസിപ്പി ഇതുവരെ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫുൾ സക്സസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം. അതേപോലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടല്ലോ, അതൊന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇത് റൈസിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ദയവ് ചെയ്ത് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് ഒരിക്കൽ മനസ്സിലാക്കിയാൽ ഇനി കോഴി കൊണ്ടുവന്നാൽ എല്ലാ ദിവസവും ഇതേപോലെ ട്രൈ ചെയ്യും. പിന്നെ എൻ്റെ ചാനലിൽ കയറി നിങ്ങളെല്ലാവരും കുറേ റെസിപ്പീസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം നോക്കി സപ്പോർട്ട് ചെയ്യണം. പറ്റുമെങ്കിൽ എല്ലാവർക്കും ഷെയറെല്ലാം ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.